ഓൾട്ടർനേറ്റീവ് അല്ല. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരിക്കും. സോ ഇത് ഒരു വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ 4 ഭാഗങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് പാർട്ട് 1. ഈ വീഡിയോയിൽ വാസ്തു എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പരിഹാരങ്ങളും ക്ലിയർ ആവുന്നത്. ഇമാജിൻ നമ്മളൊരു വലിയ മല കയറുകയാണ്. അങ്ങനെ കാറ്റും മഴയും വന്നു. അപ്പൊ കാറ്റുള്ളത് കൊണ്ട് തന്നെ കുട ഒരു പരിഹാരമാകുന്നില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാറ്റും മഴയും അവസാനിച്ചു. നമുക്ക് കുറച്ച് ഈസിയായി മല കയറാം. അങ്ങനെ ഇരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു റോപ്പ് കെട്ടുകയാണ്. അപ്പോൾ ഈ റോപ്പ് പിടിച്ച് കയറാൻ കുറച്ചുകൂടി ഈസി ആവാണ്. ഇത് തന്നെയാണ് വാസ്തു. നമ്മൾ എടുക്കുന്ന എഫേർട്സിന് യൂണിവേഴ്സിന്റെ സപ്പോർട്ട്. ഇപ്പൊ നമ്മളൊരു നദിയുടെ ഒഴുക്കിലൂടെ നീന്തുന്നതും ഒഴുക്കിനെതിരായി നീന്തുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒഴുക്കിനെതിരായി നീന്തുമ്പോൾ നമ്മൾ ഒരുപാട് ടൈമും എനർജിയും ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടില്ല. ഒഴുക്കിലൂടെ നീന്തുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ആ നേച്ചറിന്റെ ഒരു സപ്പോർട്ടും കാണും. സോ വാസ്തു എന്ന് പറയുന്ന ഒരു എനർജി ബൂസ്റ്റർ ആണ്, എനർജി സേവർ ആണ്. സോ എനർജി ഫ്ലോ ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു എഫേർട്ടാണ് എടുക്കേണ്ടി വരുന്നത്. ഈ ഒരു കാര്യമാണ് നമുക്ക് ക്ലിയർ ആകേണ്ടത്. സോ നൗ സ്റ്റേ ട്യൂൺഡ് ഫോർ സെക്കൻഡ് പാർട്ട്. താങ്ക് യു.